ഹായ് ഫ്രണ്ട്സ്, വെൽക്കം അവർ യൂട്യൂബ് ചാനൽ ആരൂസ് ആൻഡ് ഫാമിലി. നമ്മളിന്നൊരു സ്പെഷ്യൽ വട്ടയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ എത്തിയിരിക്കുന്നത്. ഇതെൻ്റെ അമ്മയുടെ ഒരു സ്പെഷ്യൽ റെസിപ്പി എന്ന് തന്നെ പറയാം. കാരണം നമ്മൾ സാധാരണ പഞ്ചസാര ഉപയോഗിച്ച് വട്ടയപ്പം ഉണ്ടാക്കാറുണ്ട്, അതുപോലെ തന്നെ ശർക്കര ഉപയോഗിച്ച് ഒരു ബ്രൗൺ കളറിലെ വട്ടയപ്പം ഉണ്ടാക്കാറുണ്ട്. ഇത് രണ്ടും കൂടെ 2 ലെയറിൽ ഒരു വട്ടയപ്പാട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ആദ്യമായിട്ട് തന്നെ നമുക്ക് കപ്പി കാച്ചാം. അത് 1 സ്പൂൺ റവ ഉപയോഗിച്ച് നല്ല കട്ടയൊന്നും ഇല്ലാതെ കപ്പി കാച്ചി നമുക്ക് വെക്കാം. ആ സമയം കൊണ്ട് തന്നെ നമുക്ക് 2 സ്പൂൺ തേങ്ങാവെള്ളവും ഒരു കാൽ സ്പൂൺ ഈസ്റ്റ് മതി. അതേപോലെ തന്നെ 1 സ്പൂൺ പഞ്ചസാര. ഇത് ഇത്രയും എടുത്ത് നമുക്ക് മാറ്റി ഒരു 10 മിനിറ്റ് വെക്കണം. ആ സമയം കൊണ്ട് നമ്മുടെ കപ്പിയെല്ലാം കാച്ചി ലേശം ഒന്ന് ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് പൊടി ആഡ് ചെയ്യാം. നമ്മൾ ആവശ്യത്തിനുള്ള പൊടി നമ്മൾ അതിനകത്തോട്ട് ആഡ് ചെയ്യുക. അരിപ്പൊടിയാണ് നമ്മൾ എടുക്കുന്നത്. അരിപ്പൊടി ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള അരിപ്പൊടി എടുക്കുക. അതിലേക്ക് നമുക്ക് ഈ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ തേങ്ങാവെള്ളവും അതുപോലെ ആവശ്യത്തിനുള്ള വാട്ടറെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. ഏകദേശം ഒരു 2 മണിക്കൂർ 3 മണിക്കൂറിനുള്ളിൽ തന്നെ അത് സെറ്റാവും. ഇതിപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന തേങ്ങാവെള്ളമാണ്, നമുക്ക് ഫ്രഷ് ആയിട്ടും എടുക്കാം. അപ്പോൾ അതേപോലെ എടുത്തിട്ട് ഏകദേശം ഒരു 2-3 മണിക്കൂർ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. രാവിലെ ചെയ്യാവുന്നതേ ഉള്ളൂ ഇത്. അപ്പോൾ അത് സെറ്റായി കഴിഞ്ഞ് അതിൻ്റെ അതൊരു പുളിച്ച് ഒരു ഫെർമെൻറ്റേഷൻ എല്ലാം കറക്റ്റായി കഴിഞ്ഞ് നമ്മളത് മാറ്റി വെക്കുക. അതിനുശേഷം നമ്മൾ കുറച്ച് തേങ്ങയും പൊടിയെല്ലാം കൂടെ മിക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ബാക്കി നമുക്ക് അമ്മ തന്നെ പറഞ്ഞു തരും. നമ്മളിപ്പോൾ എന്തൊക്കെ ഇട്ടമ്മ? തേങ്ങ, പുളിച്ച മാവ്, ഒരു നുള്ളു ഉപ്പ്, ഒന്ന് അടിച്ചെടുത്തിട്ട് ഒന്നിങ്ങനെ ഒന്ന് അടിച്ചാൽ മതി. കൂടുതലടിച്ചാൽ അരിഞ്ഞു. ഇത് നമ്മളിപ്പോൾ എന്തുവാ ഉണ്ടാക്കാൻ പോണേ? വെള്ളയും കറുപ്പും, ഒരെണ്ണം ശർക്കരയും ഒരെണ്ണം പഞ്ചസാര. ഒരപ്പം തന്നെ രണ്ടായിട്ട് 2 കളറിൽ നമ്മൾ എടുക്കുന്ന അത്രയേ ഉള്ളൂ. 2 കളർ ആണ് ഇത് കണ്ട. ഒരെണ്ണത്തിൽ നമ്മൾ ശർക്കര ഒഴിക്കും. ആദ്യം പഞ്ചസാര ഇടാം. അപ്പോൾ പഞ്ചസാര ആദ്യത്തെ ഒരു പാത്രത്തിൽ പഞ്ചസാര ആവശ്യത്തിന് പഞ്ചസാര. മധുരം നോക്കിയിട്ട് അതുപോലെ ഇട്ടാൽ മതി. പഞ്ചസാര ഒരെണ്ണം ഓക്കെ ആയി. കരടച്ചതിനകത്ത് ആവശ്യത്തിന് മധുരം നോക്കി ഒഴിച്ചാൽ മതി, ഒരുപാട് വേണ്ട. നല്ല ജീരകം, നല്ല ജീരകം. അടുത്തതായിട്ട് ഏലക്കാപ്പൊടി, മധുരമൊക്കെ ഒന്ന് നോക്കി ഒരു 10 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. എന്നിട്ട് നമുക്ക് ചെയ്യണം. അങ്ങനെ 2 തവിയൊക്കെ വേസ്റ്റ് ആക്കണ്ടല്ലോ. അങ്ങനെ ഇതൊന്ന് ചൂടാകട്ടെ. പാത്രം വെച്ച് ഇനിയിപ്പോൾ അതൊന്ന് ചൂടായിട്ട് അതിനകത്തേക്ക് നമുക്ക് മാവ് വയ്ക്കും. ശർക്കര ചേർത്തത് നമ്മൾ ആദ്യം ഇങ്ങനെ ഒഴിച്ച് ഒരുപാട് കനം കൂട്ടരുത്. കാര്യം 2 കളർ നമ്മൾ ഒഴിക്കുന്നതുകൊണ്ട് കനം ഒരുപാട് കൂട്ടിയാൽ വേകാൻ താമസം ഇല്ല. എന്നിട്ട് ഒന്നിങ്ങനെ ഒരാവി ഇങ്ങോട്ട് വരുന്ന പരുവത്തിന് വെള്ളം ഒഴിക്കുകയാണ്.
ഒഴിച്ച് ഈ സൈഡിൽ ഇച്ചിരി നേരം ഇങ്ങനെ ഇരിക്കട്ടെ. എന്നിട്ട് ഏത്തക്കായും ഇതൊക്കെ ഇടാം. ഏത്തക്ക കശുവണ്ടി അങ്ങനെ വെച്ച് സുന്ദര കുട്ടിക്കും എന്നിട്ടുണ്ട് അല്ലേ? നമുക്ക് എടുക്കാം. ഈ കെടുത്തിട്ട് ആവി കുറയുമ്പോൾ എടുക്കാം. അല്ലെങ്കിലേ ഈ പൊക്കുമ്പോൾ നമുക്ക് ആവി അടിക്കും. ഞാൻ പിടിച്ച് നോക്കട്ടെ. ഭയങ്കര ചൂടാ. പൊക്കി മേത്തെല്ലാം കൂടെ ഉരുട്ടിയിടരുത്. ഓക്കെ, ഞാൻ പെട്ടെന്ന് ഇങ്ങനെ പൊക്കാൻ നോക്കാം. ഓക്കെ, വെച്ചു. ചൂട് ചൂട് തണുക്കട്ടെ. രണ്ട് കളറിലെ വട്ടയപ്പം, നല്ല സൂപ്പർ വട്ടയപ്പം ഉണ്ടാവും. രണ്ട് കളർ അടിയിൽ നമ്മൾ ശർക്കരയുടെ ആദ്യത്തെ ഒഴിച്ചു, പിന്നെ നമ്മൾ അരിയുടെ ഒഴിച്ചു. ഉണ്ടാവും നല്ല മൃദുലമായ അപ്പം. നീയല്ലേ കഴിക്കാത്തത്, ഇത് വെച്ച് കഴിക്കടി. ഇതിൻ്റെ ആവശ്യത്തിന് ഇതല്ലേ ഞാൻ എടുത്തു വെച്ചത്. കഴിച്ചു കഴിക്കുള്ളൂ. സൂപ്പർ. ചെറുക്ക് രേഷൻ കൊടുക്കട്ടെ.